പറവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ എം.ജെ. രാജു അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അനുവട്ടത്തറ എം.കെ. ദേവരാജൻ, ഡോക്ടർ എസ്.കെ. ജയപ്രസാദ്, ഡോക്ടർ രജനീഷ്, ഡോക്ടർ അനിഷ വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ നീരജ ബാബു ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. 1973 ആണ് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത്. നിങ്ങൾ അറ്റൻഡ് ചെയ്തേ ഇല്ലേ? അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? പഠിച്ചോ? അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കോ? അപ്പം ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് വളരെ താല്പര്യം ചെയ്ത് നമ്മളെ ഈ പദ്ധതി ഇന്നിങ്ങനെ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ ക്ഷേമാനുഷ്ഠാനുവട്ടത്തരം ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മളെല്ലാം ആചരിക്കുകയാണ്. ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച എല്ലാവരും പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഏറ്റവും നന്നായി നിങ്ങളിലേക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്തെന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാലും നിങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ ദിനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം നമ്മുടെ പരിസ്ഥിതി മോശമാകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? അശോകത്തിന്റെ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഓറഞ്ച് കളർ പൂവാണ്. അടുത്ത തലമുറയ്ക്ക്, അതായത് നമ്മളെപ്പോലുള്ളവർ ഇന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളേക്കുള്ള തലമുറയ്ക്ക് പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി, കുറേ ഔഷധ ചെടികൾ മനസ്സിലാക്കി. അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ച് ഓരോ ചെടിയെങ്കിലും സംരക്ഷിച്ച് ഞാൻ പാസ് ചെയ്ത് കൊടുത്ത് എല്ലാവരും മഞ്ഞൾ കാണണം കേട്ടോ. അപ്പോൾ ഈ മഞ്ഞളുടെ ഗുണം എന്താണെന്നറിയോ? ഇല്ല. മഞ്ഞൾ കറികളിലെല്ലാം ഉപയോഗിക്കും അല്ലേ? ഉണക്കി മഞ്ഞൾപ്പൊടി വിഷം കളയും. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ 1972 ഇതിനായിട്ട് UN ഒരു പ്രമേയം പാസ്സാക്കിയത്. ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസ്സാക്കിയാണ് 72 ലോകരാജ്യങ്ങൾ കൂടിയിട്ട് ഒരു പരിസ്ഥിതി സമ്മേളനം സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്നു. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ? ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ അശോകമരത്തിൻ്റെ തൈ മുനിസിപ്പൽ ചെയർപേഴ്സണ് കൈമാറി. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അശോകമരത്തിൻ്റെ തൈകളും വിത്തുകളും വിതരണം ചെയ്തു. സ്കൂൾ കോമ്പൗണ്ടിൽ പേരമരത്തിൻ്റെ തൈ നട്ടുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു മരം ഒരു തണൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.